എല്ലാവർക്കും ബസ് ഡ്രൈവിങ്ങിൻ്റെ പാർട്ട് 2ലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് ബസ് ഡ്രൈവിങ്ങിൻ്റെ പാർട്ട് 2 കൊണ്ടുവന്നു വന്നത്. ഇന്ന് നമ്മൾ ഡൈനോസർ ബീച്ച് വഴിയാണ് പോയത്. അപ്പോൾ ഇന്ന് അടുത്ത് നമ്മൾ പോകുന്നത് സാധാ ബീച്ചിലേക്കാണ്. സാധാ ബീച്ച് എന്ന് വെച്ചാൽ 2 പേര് വരും, ഒന്നെങ്കിൽ 2 അല്ല 3 പേരൊക്കെ വരും. ബീച്ച്, റെയിൽവേ ബീച്ച്, പിന്നെ റാം ബീച്ച് എന്നൊക്കെയാണ് ഞങ്ങൾ ഇന്ത്യയിലേക്ക്. നമ്മൾ ഇന്ത്യൻ ബൈക്കിന് എന്താ വിളിച്ചത്? ലോസ് ആൻജലോസ് എന്ന് പറഞ്ഞാൽ മുംബൈ എന്നാണ് വിളിച്ചത്. ഞാൻ മുംബൈ എന്നാണ് വിളിച്ചത്. അപ്പോൾ അതുകൂടി കമൻറ്റ് ചെയ്യുക താഴെ. അപ്പോൾ നേരെ നമുക്ക് അങ്ങോട്ട് പോകാം. ഒത്തിരി നേരം കൊണ്ട് നമ്മളിങ്ങനെ പോവുകയാണ്. ഇപ്പോൾ നമ്മൾ അവിടെ എത്തിയില്ല. നമുക്ക് സ്പീഡിലാണ് പോയാൽ ഇതിലാകെ 300 വരയ്ക്ക് കയറുള്ളൂ. പക്ഷെ 300ൻ്റെ ലോക്കൊക്കെയാണ് ഇട്ടിരിക്കുന്നത്. ആകെ ഒരു 80 പോകും. അത്രേ ഉള്ളൂ. ടോപ്പ് സ്പീഡ് 300 പക്ഷെ അവിടെ ലോക്കിങ്ങാണ്. പിന്നീട് അങ്ങോട്ട് ഇല്ല സ്പീഡിൽ വേഗം പോവാം. ഹാൻഡിലിങ് ശരിയാവാത്ത. പിന്നെ നമ്മൾ ഈ ഇന്ത്യൻ ബൈക്കിൽ പുതിയ അപ്ഡേറ്റ് ആയതാണ്. എക്സിനപ്പുറത്തും മൈനസും പ്ലസും, അതേപോലെ വൈയും കിട്ടും. അതേപോലെ തന്നെ ഇപ്പോഴത്തെ 3 റൊട്ടേറ്റും നിങ്ങൾക്ക് അറിയുമെങ്കിൽ അതുകൂടി കമൻറ്റ് ചെയ്യാട്ടോ. എന്താണ് സംഭവം നിങ്ങൾക്കറിയാം? പിന്നെ അങ്ങോട്ട് വേഗം പോവാം. വീഡിയോ കാണാനെല്ലാവരും മറക്കാതെ സബ്സ്ക്രൈബും ലൈക്കും ചെയ്യുക. ഇന്നത്തെ ഏത് ഡ്രൈവിങ്ങിൻ്റെ വീഡിയോ ആണ് ഇടേണ്ടത് നിങ്ങൾ പറയുക. അത് നമ്മൾ എവിടെയെങ്കിലും ഇടുന്നതാണ്. നിങ്ങൾക്ക് ഏതെങ്കിലും അറിയുന്ന ക്ലിച്ചുണ്ടെങ്കിൽ പറയുക, ഞാനത് ചെയ്ത് കാണിക്കുന്നതാണ്. അപ്പോൾ ഞാൻ അങ്ങോട്ട് കത്തിച്ചുകൂടാം നമുക്ക്. അപ്പോൾ ഗൈസ് നമ്മളങ്ങനെ ഇവിടെ എത്താൻ അയക്കുന്നത്. അപ്പോൾ നമുക്ക് നേരെ അങ്ങോട്ട് കത്തിച്ചുവിടാം. നമ്മൾ ഈ ബീച്ച് കഴിഞ്ഞ് അടുത്ത് പോകുന്നത് കൺസ്ട്രക്ഷൻ ഏരിയ ആണ്. ഇവിടെ ഒരു ഷോറൂം കൂടി വരുന്നുണ്ട് കേട്ടോ. അടുത്ത് വണ്ടികൾ വാങ്ങാൻ വരുന്നവർ അങ്ങോട്ട് വരുന്നു. നമുക്ക് ഇവിടെ നിർത്താം. ഗൈസ് നമുക്ക് നേരെ അങ്ങോട്ട് പോവാം. അതിൻ്റെ അനിയത്തിയാണ് കേട്ടോ. അതുകൊണ്ടാണ് ചിലപ്പോൾ അങ്ങനെ ഡിസ്റ്റൻസൊക്കെ വരുന്നത്. അത് നിങ്ങൾ മൈൻഡാക്കണ്ട. അതാണ് വീഡിയോക്ക് ശ്രദ്ധിക്കുക. നേരെ അങ്ങോട്ട് നമുക്ക് കത്തിച്ചേക്കാം. പൊടിച്ചെല്ലാം ഒറിജിന് നിങ്ങളടുത്താണ് നിൽക്കുന്നത്. ഹൈറ്റൊക്കെ കയറുമ്പോൾ ചെറുതായിട്ട് സ്പീഡ് കുറയുന്നു ഗൈസ്. നമ്മളങ്ങനെ അവിടെ എത്തിയിട്ടുണ്ട് ഗൈസ്. അത് നമ്മളെ അനിയത്തിയായിരുന്നു ഗൈസ്. അതുകൊണ്ടാണ് നമുക്ക് നേരെ അങ്ങോട്ട് പോവാം. എന്താണില്ല പെട്ടെന്ന് കടിച്ചു കളഞ്ഞു. അതവിടെ പോകുന്നു ഗൈസ് അനിയത്തി. അതുകൊണ്ടാണ് ഗൈസ് നമുക്ക് അടുത്ത സ്ഥലത്ത് പോവാം. അടുത്ത സ്ഥലം എന്താ റാം ജംഗ്ഷനാണ്. അപ്പോൾ ഞാനെനിക്ക് അങ്ങോട്ട് കത്തിച്ചുവിടാം. ഈ ഓടിക്കാറിൽ പെട്ടൊക്കെ ഷിഫ്റ്റ് അടിപൊളി കേട്ടോ. മുന്നിൽ കൂടി നമ്മളിപ്പോൾ ഇങ്ങനെ പോകുന്നു.